ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഫെബ്രുവരി 26. ഇന്നലെ ഏതാണ്ട് 10 മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഞങ്ങൾ 350-ലധികം കിലോമീറ്ററുകൾ താണ്ടി ഡി അഡിക്ഷൻ ക്യാമ്പ് നടക്കുന്ന കോച്ചസിലെത്തി. അവിടെ 27 ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. പല യൗവനക്കാർ ദേ ആർ അഡിക്റ്റഡ് ടു ഡിഫറെൻറ്റ് തിങ്സ്. അവരോട് ഇന്ന് സംസാരിക്കുവാൻ ദൈവം സഹായിച്ചു. ഇതും പ്രാർത്ഥനയുടെ ഉത്തരമാണ്. നമ്മൾ ആഗ്രഹിച്ചിരുന്നു ഇവിടെ നമുക്ക് ഒരു സ്ഥലം, ഒരു ദൈവസഭ അവർക്ക് ദൈവം നൽകിയ ദർശനപ്രകാരം നമുക്ക് പണിത് നൽകി. അവരാഗ്രഹിച്ചിരുന്നത് ഒരു ക്ലിനിക്, ഒരു പോളിക്ലിനിക്, ഒരു ഹോസ്പിറ്റലൊക്കെ ആയിരിക്കണം. എന്നാൽ ഹോസ്പിറ്റലിൻ്റെ ദർശനം ദൈവം നമുക്ക് നൽകിയിട്ടില്ലായിരുന്നു. എങ്കിലും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് മനസ്സിലാക്കി അവരോട് നോ പറഞ്ഞില്ല. അതവർ മനോഹരമായ ഒരു ബിൽഡിങ് അവർ ഉണ്ടാക്കി തന്നു. അതിലുള്ള സ്ഥലവും അവർ തന്നെ വാങ്ങി. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇവിടെ എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെയാണ് ഡി അഡിക്ഷൻ ക്യാമ്പിനെ പറ്റിയുള്ള ചിന്ത ദൈവം നൽകിയതും അതിനുള്ള ചില വഴികളെ തുറന്നതും. അതായത് നാട്ടിൽ നിന്നും നമ്മളുടെ സ്നേഹിതൻ ഡോക്ടർ ജേക്കബ് മാത്യു, ബ്രദർ AB പൗലോസ് അവർ സ്ഥിരമായി അവിടെ നാട്ടിൽ ക്യാമ്പുകൾ നടത്തുന്നവരാണ്. ഞങ്ങളോടൊപ്പമുള്ള സോജൻ്റെ ഫാദറിലോ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അവരൊക്കെ വളരെ നന്നായി അത് ചെയ്യുന്നവരാണ്. അവർ നമ്മളോട് ചേർന്ന് നമ്മളെ ഈ കാര്യത്തിൽ സഹായിക്കാം. അതായത് ഇവിടെ കടന്നു വന്ന ക്ലാസ്സുകൾ എടുക്കാമെന്ന് സമ്മതിച്ചപ്പോൾ അതിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി മനസ്സിലാക്കുകയും അതങ്ങനെ തുടങ്ങുവാൻ ദൈവം സഹായിക്കുകയും ചെയ്തു. ഈ ബാച്ചിൽ 27 പേർ, അനേക യൗവനക്കാർ തങ്ങളുടെ ജീവിതം ഓരോ തരത്തിലുള്ള മരുന്ന് സാധനങ്ങൾക്ക് അടിമകളായവർ. അവരെ ദൈവം വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് ഇടപെടുകയാണ്, വചനം പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവം അവരെ സഹായിക്കട്ടെ. ഇന്നലെ ദൈവം ചെയ്ത കാര്യങ്ങൾ ഒരു സ്നേഹിതൻ വിളിച്ചു. അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിട്ടുള്ളത് വളരെ ചുരുക്കമാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഒരു ദൈവദാസൻ പറഞ്ഞു, ഞങ്ങൾ ഈ സാറുമായി ചേർന്ന് ഒറീസയിലേക്ക് പോകുന്നുണ്ട്, ഒരിക്കൽ അവിടെയും വരാം. അദ്ദേഹം ഈ പ്രവർത്തനത്തെപ്പറ്റി ആ ദൈവദാസൻ ഒരു ബിസിനസ് നടത്തുന്ന ഇദ്ദേഹത്തോട് പറഞ്ഞു. ആ മനുഷ്യനെയും കൂട്ടി ഇവിടെ വന്നു. അദ്ദേഹത്തെ ഞാൻ കണ്ടില്ല, ഞാൻ മറ്റൊരു സ്ഥലത്തായിരുന്നു. അതിനുശേഷം അവർ ഒരു ദിവസമോ മറ്റോ ഇവിടെ ഉണ്ടായിരുന്നു, അവർ മടങ്ങിപ്പോയി. എന്നാൽ അതിനുശേഷം ദൈവം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് നമ്മളുമായി ഒരു ആത്മബന്ധം പോലെയുള്ള ഒരു ബന്ധം. അതെങ്ങനെയാണ് ഉണ്ടായത് എനിക്കറിയില്ല, ദൈവം മാത്രം അറിയുന്നു. അദ്ദേഹം ചിലരോട് പറഞ്ഞ് ഞാൻ കേട്ടു, എൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഈ AB ബ്രദറിനെ പരിചയപ്പെടാൻ സാധിച്ചത് അത് ദൈവം ചെയ്തതാണ്. അദ്ദേഹം ഒരു വലിയ 4000 ജോലിക്കാർ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട കാര്യമില്ല. എത്രയോ ആളുകളെ അദ്ദേഹത്തിന് പരിചയമുണ്ട്. എന്നാൽ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു വലിയ തുക അദ്ദേഹം പറയുകയാണ് അവിടുത്തെ വേലയ്ക്ക് വേണ്ടി നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണ് നൽകേണ്ടത് എന്ന് പറയണം. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റാർക്കും നൽകുന്നില്ല. ഒരു സഹോദരന് 3-4 ലക്ഷം രൂപ കൊടുക്കും. അതല്ലാതെ ഈ തുക, വലിയൊരു തുക അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ പക്കൽ, സാറിൻ്റെ പക്കൽ ഏൽപ്പിക്കുകയാണ്. അത് കൈകാര്യം ചെയ്യണം. ദൈവത്തെ സ്തുതിക്കുന്നു. യോഗ്യരായ ഒരു കഴിവും ഒന്നും പറയുവാനില്ലാത്ത നമ്മളെയൊക്കെ ദൈവം യോഗ്യരാക്കുന്നല്ലോ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അല്ലെങ്കിൽ രാവിലെ സജീവ് ബ്രദറുമായി സംസാരിച്ചു, ക്രിസ്പിൻ ബ്രദറുമായി സംസാരിച്ചു. ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ വരുന്ന ടീച്ചേഴ്സിന്, ദേവദാസന്മാർക്ക്, സീനിയേഴ്സിന് താമസിക്കുവാൻ, ഡോക്ടേഴ്സിന് താമസിക്കുവാൻ ഒരു സ്ഥലം വേണം, അവർക്ക് വിശ്രമിക്കുവാൻ. അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചു. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ആവശ്യത്തിനുള്ള പണമില്ല. നമ്മളൊരിക്കലും
ഡെസിഗ്നേറ്റഡ് ആരെങ്കിലും അതിനുവേണ്ടി നൽകാത്തൊരു പണം ഒരു ഇഷ്ടിക പോലും വാങ്ങുവാൻ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ ചെയ്യാറില്ല. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് അതിനുശേഷം യാത്രയിൽ ഞാൻ കണ്ടു. ഇന്നലെ ഞാൻ അയച്ചിരുന്ന മെസ്സേജ് കണ്ടില്ലെന്ന് തോന്നുന്നു, ഒന്ന് കാണാമോ? അദ്ദേഹം ഇന്നലെ അയച്ച മെസ്സേജാണ്. ഒരു കൂട്ടുകാരനല്ല, ഇതുവരെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. അത് കേട്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു 10 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ അവിടേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കെട്ടിടമോ അവിടെ ഇപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, എന്താണെന്ന് പറയാമോ? അത് ഞാൻ അയച്ചു തരാം. ദൈവത്തെ സ്തുതിച്ചു. ഇന്നലെ ഞങ്ങൾ രാവിലെ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ഈ സഹോദരനെ കൊണ്ട് ആ കാര്യം ചെയ്യുവാൻ ദൈവം തീരുമാനിച്ചു. അദ്ദേഹത്തെ തയ്യാറാക്കിയിരുന്നു. എൻ്റെ മെസ്സേജ് കേട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾ ഇന്ന് സംസാരിച്ചതിൻ്റെ ഉത്തരമാണിത്. അങ്ങനെ ദൈവം നടത്തുന്ന വഴികൾ എത്ര അത്ഭുതകരമാണ്. എല്ലാ മഹത്വവും ദൈവത്തിന്. ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് നമ്മളെ നടത്തുവാൻ കഴിയും എന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെയും മനസ്സിലാക്കുകയാണ്, തെളിയിച്ചു തരികയാണ്. ഗോഡ് ബ്ലസ് യു.